ഹായ് ഗൈസ്, ഇന്ന് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദീപാവലിയൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ദീപത്തിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാണ് കൈ കിട്ടിയത്. ഇങ്ങനെയാണ് പാക്കിങ് വന്നത്. നമുക്കതെല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കത്തിക്കുന്നതാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കത്തിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ റെഡിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. ചിലതിനൊക്കെ ഒരു ഡാമേജ് പോലെ ഒക്കെ തോന്നുന്നുണ്ട്. ലൈറ്റൊക്കെ ഇരിക്കുന്നത് പൊസിഷൻ കറക്റ്റായിട്ടല്ല. കണ്ടോ, ഫ്രണ്ടിലിരിക്കുന്ന രണ്ടാമത്തെ അത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടോ കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നറിയാം. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തു ഓരോന്നിലും വെള്ളം ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നു. ചിലതൊക്കെ വെള്ളം ഒഴിക്കുന്ന ഉടനെ കത്തുന്നുണ്ട്, ചിലതൊക്കെ ഇച്ചിരി ഡിമ്മായിട്ടാണ് കത്തുന്നത്. പക്ഷെങ്കിൽ കതവൊക്കെ അടച്ചിട്ട് വെള്ളം ഒഴിച്ച് നോക്കിയപ്പം കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലവണ്ണം ലൈറ്റെല്ലാം കത്തുന്നുണ്ട്. എല്ലാം ആദ്യം ഒന്ന് ഡിമ്മായിട്ടിരുന്നെങ്കിലും ഇപ്പം നല്ല പ്രകാശമായിട്ട് എല്ലാം കത്തുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? എല്ലാം നല്ല വെളിച്ചമുണ്ട്. കൊള്ളാം, അടിപൊളി. ഇതാകുമ്പോൾ കുട്ടികൾക്കും ദീപാവലിക്ക് വിളക്കൊക്കെ കത്തിക്കാൻ. ഞാൻ വാങ്ങിയത് ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഞാൻ ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് എല്ലാം വെച്ചൊന്ന് കത്തിച്ച് വെള്ളം ഒഴിച്ച് നോക്കി. കണ്ടോ പുള്ളിയുടെ ചിരി? കണ്ടോ? പുള്ളിക്ക് ഇഷ്ടപ്പെട്ട്, ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട്. ചിലപ്പോൾ നമുക്ക് വിളക്കൊന്നും കത്തിക്കാൻ നേരം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെള്ളം ഒഴിച്ച് കത്തുന്നതാകുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഭഗവാൻ എപ്പോഴും ഒരു വെളിച്ചം ഭഗവാന്റെ മുമ്പിൽ എപ്പോഴും കാണുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം കണ്ട, ഭഗവാനെ ഇഷ്ടപ്പെട്ടു. ഭഗവാന്റെ ചിരി കണ്ടാലേ അറിയാം. എല്ലാവരും നോക്കുക, നല്ല ചിരിയല്ലേ? കണ്ടോ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം. നല്ലതാണ്, കൊള്ളാം.